ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുഖം മാത്രമല്ല ശരീരം മുഴുവനും നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു ബാത്തിങ് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇത് ബാത്തിങ് പൗഡർ മാത്രമായിട്ടല്ല, ഫേസ് പാക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഫേസ് വാഷായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഒരു പൊടി തയ്യാറാക്കി വെക്കുക എന്നാണെങ്കിൽ നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും യൂസ് ചെയ്യുക. ഇത് ഉണ്ടാക്കി വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഒട്ടും മടി കൂടാണ്ട് നിങ്ങൾക്ക് ദിവസവും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് ഫുൾ വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, പിന്നെ വേണ്ടത് കടലമാവ്, പിന്നെ വേണ്ടത് ഓട്സിൻ്റെ പൗഡർ, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മുത്താറിപ്പൊടി ഉണ്ടല്ലോ, റാഗി പൗഡർ എന്ന് പറയും, കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന കുറുക്കുണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന പൊടി ഉണ്ടല്ലോ അത്, പിന്നെ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികളാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം ഒരേ അളവിലെടുക്കുക. പക്ഷേ മഞ്ഞൾ മാത്രം ടേബിൾ സ്പൂൺ. ഇപ്പോൾ നിങ്ങൾ 1 ടേബിൾ സ്പൂണാണ് എല്ലാം എടുക്കുന്നതെങ്കിൽ മഞ്ഞൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി. അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എയർ ടൈറ്റുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് വെച്ചിട്ട് സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ നിങ്ങൾ ബാത്റൂമിൽ വെക്കുന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ വെക്കുക. എന്നിട്ട് ഇനി നിങ്ങളിത് ബാത്തിങ് പൗഡറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾ എടുത്തതിന് ശേഷം ഒന്നെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിൽ തന്നെ കലക്കിയിട്ട് ശരീരത്തിൽ തേക്കുക, അല്ലാന്നാണെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഇതിൽ നിന്ന് പൊടി എടുക്കുന്നേരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പൊടീൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ കൊണ്ട് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ആക്കിപ്പോയാൽ പിന്നെ ഇത് പൊടി പൂത്തു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങളെല്ലാവരും. അപ്പോൾ എടുക്കുന്നേരം ഒരു ഡ്രൈ ആയിട്ടുള്ള സ്പൂണിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈർപ്പം കയറാത്ത സ്ഥലത്ത് വെച്ച് സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ബാത്തിങ് പൗഡർ ആണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ കലക്കിയിട്ട് ശരീരത്തിൽ മുഴുവനും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശരീരത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കാം. ഇനി നിങ്ങളിത് ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിത് ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വീക്ക്ലി 2 ടൈംസും ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുന്നേരം നിങ്ങൾ ഓയിലി സ്കിന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റോസ് വാട്ടർ യൂസ് ചെയ്യുക. ഇനി നോർമൽ സ്കിന്നോ ഡ്രൈ സ്കിന്നെല്ലാം ഉള്ളവർക്ക് പാലോ തൈരോ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ചിട്ട് ഡ്രൈ ആവുന്നത് വരെ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അല്ലാത്തവർ അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റെങ്കിലും ഫേസിൽ വെക്കുക. അതിന് ശേഷം നിങ്ങളിത് ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. അതുപോലെ ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യുന്നവർ ദിവസവും രാവിലെയും രാത്രിയും ഇത് യൂസ് ചെയ്യുക. അത് സാധാരണ വെള്ളത്തിൽ തന്നെ നിങ്ങൾക്ക് ഫേസ് വാഷായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കുക. നേരത്തെ കുളിക്കാൻ പറഞ്ഞ പോലെ തന്നെ യൂസ് ചെയ്യുക. ഇത് ചെയ്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിലുള്ള കറുപ്പും അതേപോലെ തന്നെ നമുക്ക് വെയിലേറ്റിട്ട് വന്ന ആ ഒരു കരുവാളിപ്പും എല്ലാം മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു പൗഡറാണിത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ വില കൊടുത്തിട്ട് ഫേസ് വാഷൊന്നും വാങ്ങി ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പൊടി തയ്യാറാക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എന്തിലെങ്കിലും മിക്സ് ചെയ്തിട്ട്, നിങ്ങൾക്ക് ഇനി സാധാ പൈപ്പ് വാട്ടറിൽ മിക്സ് ചെയ്യുന്നതിലും നല്ലത് തൈരോ പാലോ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് തേക്കലാണ്. പക്ഷേ ഒരു ഫേസ് വാഷായിട്ടും അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക, ഈ ബോഡി വാഷായിട്ടെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് അഫോർഡബിൾ അല്ല തൈരും പാലെല്ലാം ഉപയോഗിക്കലെന്ന് പറയുന്നത്. പിന്നെ നല്ല കറുപ്പല്ലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മാറണമെന്നുണ്ടെങ്കിൽ പാലിലോ തൈരിലോ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. നിങ്ങൾ ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും പാലോ തൈരോ റോസ് വാട്ടറോ ഇത് 3-1 നിങ്ങളെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് വേണം യൂസ് ചെയ്യാൻ. ഡ്രൈ സ്കിന്നുള്ളവർക്ക് കുറച്ചും കൂടി നന്നാകുക തൈരോ പാലോ അങ്ങനെയുള്ളതായിരിക്കും. അതേപോലെ തന്നെ ഓയിലി സ്കിന്നിന് നന്നാകുക പിന്നെ റോസ് വാട്ടറാണ്. പിന്നെ നോർമൽ സ്കിന്നിന് എന്തെടുത്താലും സാരമില്ല. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരെല്ലാം നിങ്ങളെല്ലാം പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഏതൊരു സാധനവും മുഖത്ത് തേക്കാൻ പാടുള്ളൂ. സെൻസിറ്റീവ് സ്കിന്നുകാർ പെട്ടെന്ന് അലർജി ഉണ്ടാകുന്ന സ്കിന്നാണത്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് ഇത് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ മുഖം നല്ല സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. മുഖത്തെ കറുത്ത പാടും കരുവാളിപ്പെല്ലാം മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കുന്ന നല്ലൊരു പൗഡറാണിത്. മുഖം മാത്രമല്ല ശരീരം ഉൾപ്പെടെ നമുക്കിത് തേക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ സൂക്ഷിച്ച് വെക്കുന്ന ഈ ഒരു പാത്രത്തിൽ ഈർപ്പം കയറാണ്ട് നോക്കണം. ഈർപ്പം കയറിയാൽ ഇത് പൂത്തുപോകും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഈ പൊടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് തേക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. എപ്പോഴും ഇത് നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ ഇതുപോലെ തന്നെ അടച്ചിട്ട് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഒരുപാട് സ്കിൻ കെയർ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.